കളർ. രവി ഏട്ടൻ ഈ കളറില്ല. കുറെ നാളായിട്ട് ആഗ്രഹിച്ചു ഇങ്ങനെ ഇടണം വാങ്ങണം. കൊള്ളാലോ. ഇതെവിടെ നീ ഷർട്ട്? നമ്മുടെ ഇൻസ്റ്റാൾമെന്റിന്റെ ആളില്ലേ തങ്കവേലു, അയാളെ വാങ്ങിച്ചത്. എന്തായാലും കൊള്ളാമ്മ, നല്ല ഷർട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇത് ഇടാം. ആരിടാ? എനിക്കല്ലേ വാങ്ങിച്ചേ? ഇത് അച്ഛന് വാങ്ങിച്ച ഷർട്ട്. ആണുങ്ങളുടെ ഷർട്ട് ഇടാൻ നിനക്ക് മനസ്സിലാവൂലേ? അച്ഛന് ഇത് ഫിറ്റ് ഒന്നും ആവൂലേ? ഇത് ചെറിയ സൈസ് അമ്മ. 42 സ്ലിം ഫിറ്റ് എന്ന് പറഞ്ഞു. ഇത് 42 അല്ല. ഇത് എന്തായാലും ഇത് അച്ഛന് സൈസ് അല്ല, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ അടുത്ത ആഴ്ച വരുമ്പോ ഞാൻ സൈസ് മാറ്റി വാങ്ങിച്ചോളാം. എന്നാലും എനിക്ക് തരരുത് കേട്ടാ. നിനക്ക് ഈ ഷർട്ട് ഇതേത് വണ്ടി? അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതെ, എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ദിയ, അവൾ ഒരാഴ്ച കഴിഞ്ഞ നാട്ടിൽ നിന്ന് വരുള്ളൂ. അതുവരെ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി അവളെ. ലൈസൻസ് ഇല്ലാതെ വല്ലവരും വണ്ടി എടുത്തോണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ വേറെ വല്ല പ്രശ്നമായല്ലോ. വാ അമ്മ, ഷർട്ടിന്റെ കാര്യം മിണ്ടണ്ട, അച്ഛൻ വരട്ടെ. അമ്മ കഥ. ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛന് കറക്റ്റ് ആവൂല. കണ്ടാ ടൈറ്റ് കണ്ടാ? ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞാണ് ഇത് എനിക്ക് ടൈറ്റ് ആയിരിക്കും. രവിയേട്ടാ ടൈറ്റ് ആയി പോയി എന്നുള്ള സത്യം. പക്ഷെ അങ്ങയാൾ എന്റെ അടുത്ത് പറഞ്ഞെന്താ അറിയോ? 42 സ്ലിം ഫിറ്റ് ആണെന്നാണ്. മണി 42 ആയിരിക്കും, പക്ഷെ ചില കമ്പനികളുടെ സൈസിൽ വ്യത്യാസം വരും. ഇത് ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞ് എനിക്ക് ചെറുതാണെന്ന്. എന്നിട്ട് പറഞ്ഞ അവള് സമ്മതിക്കില്ല. ഇപ്പൊ നോക്ക്, ടൈറ്റ് കയ്യിൽ നിന്ന് പൊക്കണില്ല. നോക്ക്, കണ്ടാ? അതിൽ എഴുതിയേക്കുന്നല്ലേ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ അളവ് നോക്കാനൊന്നും പറ്റില്ലല്ലോ. പിടുത്തം കണ്ട. എന്തായാലും അച്ഛൻ ഇത് ഫിറ്റ് അല്ല, അപ്പൊ ഞാൻ അത് യൂസ് ചെയ്യട്ടെ അമ്മ. എന്തമ്മ നീ എന്തിനാ ഈ ഷർട്ട് ഇടണേ? നിനക്ക് ഇടാൻ പറ്റൂല ഇത്. എനിക്ക് എന്തിട്ടോ? എന്തായാലും ഇത് എനിക്ക് ചേരും. പിന്നെ അത് മാത്രമല്ല, ഒന്നാത് അച്ഛന് വയസ്സായി. ഈ വരയും കുറിയുള്ള ഷർട്ടൊന്നും അച്ഛന് ചേരൂല. അച്ഛനായി പോടാ. അതെ അമ്മ, അതെനിക്കിതാ. ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓൾട്ടർ ചെയ്ത് കൈയൊക്കെ ഇല്ലാതാക്കിയിട്ട് ആ ഫ്രണ്ടിലത്തെ ആ പോക്കറ്റ് ഒക്കെ മാറ്റി വേറെ ഡിസൈൻ ഒക്കെ വെച്ച് തയ്പ്പിച്ച് കഴിഞ്ഞാൽ എനിക്കിടാൻ പറ്റുന്ന ഒരു ഷർട്ടായി. നല്ല ചേരണ കളർ. ഇത് എനിക്കും കളർ. പക്ഷെ നീ കേറണ്ടേ മണി എന്റെ ദേഹത്ത്. ഒരു കാര്യം ചെയ്യാം, അയാൾ അടുത്ത ആഴ്ച വരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൊടുത്തിട്ട് ഇതിന്റെ വലിയ സൈസ് എടുക്കാം. എന്തോന്നമ്മ, ഞാൻ ഇട്ടോട്ടമ്മ. എന്റെ ആ ബ്ലൂ ജീൻസിനോട് നന്നായിട്ട് ചേരും. എന്തോന്നാ നീ പറയണത്? നിനക്ക് തുണിയില്ലാതെ കിടക്കുന്ന ഇത്. പക്ഷെ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. ആ കളർ ഇഷ്ടപ്പെടുക നിനക്ക് വേറെ ഇതേപോലത്തെ വാങ്ങിച്ചു തരാം ഞാൻ. പിന്നെ ഇതിപ്പോ ഈ ആണുങ്ങൾ ഇടുമ്പോഴത്തെ ഷർട്ട് എന്തിനാ? അവൾക്ക് കൊടുത്തേക്ക്, നമുക്ക് വേറെ വാങ്ങിക്കാം. ഇത് അവൾക്ക് കൊടുക്കും, അവൾ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഈ ആണുങ്ങളെ ഷർട്ട് ഇവൾ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ? എന്ത് പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ എടുത്തോട്ടെ. അത് മാത്രമല്ല, അമ്മ എന്നെ പെണ്ണായിട്ട് കാണുന്നുണ്ട്. ഹലോ ഹലോ, എന്താണ്? ഇത് എനിക്ക് തന്നതാ. നിനക്ക് മാത്രം ഷർട്ട് മേടിച്ചു കൊടുത്തല്ല, അമ്മ അച്ഛൻ്റെ ഒരു ഷർട്ട് വാങ്ങിച്ചത്. അച്ഛൻ്റെ എത്തുന്നില്ല, ടൈറ്റ്. അപ്പൊ അവൾക്ക് വേണമെന്ന് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. അത് എനിക്ക് വേണമെന്ന് പിന്നെ ചോദിക്കാത്തത്? വാങ്ങിച്ചോളൂ. അച്ഛൻ പറഞ്ഞു അവക്ക് കൊടുക്കാൻ, അത് കൊണ്ട് കൊടുത്തു. അതെന്തോന്നാ വർത്താനം അമ്മ? അത് എനിക്ക് വേണമെന്ന് ചോദിച്ചിട്ട് വേണ്ടേ അവക്ക് കൊടുക്കാൻ? ഞാൻ എന്നെന്തോ ദത്തെടുത്തോ നിങ്ങള്? എടി, ഈ ഒരു ഷർട്ട്, ആണുങ്ങൾ ഇടുന്ന ഷർട്ട് അച്ഛന് വേണ്ടി മേടിച്ചത്. ഇത് അല്ലെങ്കിൽ തന്നെ പെമ്പിള്ളേർക്കുള്ളതല്ല. ഇപ്പൊ കണ്ടപ്പോ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുക്കാൻ. എനിക്ക് വേണമെന്ന് തോന്നിക്കൂടെ? എനിക്ക് ഞാനൊരു വൈറ്റ് ക്യാമ്പസോ ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തുണ്ടെങ്കിൽ ജാക്കറ്റ് ഇടാൻ ഒന്നുമില്ല. എടി മണ്ടി, അച്ഛനെ ഇത് യോജിക്കുന്നില്ല. പിന്നെയാണ് ചക്കപ്പൊത്തായിട്ടുള്ള നിനക്ക്. അയ്യേ, ചക്കപ്പൊത്തുണ്ടാ പറയണണ്ട. ഇത് അവൾക്ക് വേണ്ടി വാങ്ങിച്ചല്ലോ, നീ അതിൽ വിഷമിക്കണ്ട. മക്കൾക്ക് അച്ഛൻ വേറെ നല്ല ഷർട്ട് വാങ്ങിച്ചു തരാം. അച്ഛൻ ഇന്ന് വരെ മേടിച്ചു തരാന്ന് പറഞ്ഞ എന്ത് കാര്യങ്ങളാണ് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുള്ളത്? അച്ഛൻ മേടിച്ചതില്ലേ? ഇല്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? അച്ഛൻ നിന്നെ കൊണ്ടുപോയി വാങ്ങിച്ചു തരും കടയിൽ. അവൾ എടുത്തോട്ട്. നല്ല കളർ അമ്മ. മോള് പെണങ്ങണ്ട, അവൾ എടുത്തോട്ട്. ആ ടോപ്പിന്റെ കൂടെ ഇത് ചേരും, ജാക്കറ്റ് ബ്ലൂ ജീൻസിന്റെ കൂടെ നന്നായിട്ട് ചേരും. നോക്കിയോടെ, എനിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ ഷർട്ട് ഇടൂല. കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ ഷർട്ട് ഇടൂലെന്ന് ഞാൻ കാണിച്ചു തരാം. ഇടാൻ പറ്റോ ഇല്ലേ? അപ്പ പിണങ്ങിപ്പോയി. രണ്ടും കൊള്ളാം. പിങ്കിക്കുട്ടോ, എടാ മക്കളെ. പിങ്കി മോളെ. അയ്യേ, മോൾ ഇപ്പോഴാ ഷർട്ടിന്റെ കാര്യം വിട്ടില്ലേ? അയ്യേ, അച്ഛൻ പറഞ്ഞില്ലേ മോൾക്ക് പുതിയൊരു ഷർട്ട് വാങ്ങിച്ചു തരാന്ന്?
മോൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു തരാം. അതിന് എത്ര വില കൂടിയതാലും ഞാൻ വാങ്ങിച്ചു തരാം. കണ്ടോ, ഇനി എന്ന് പോണം എവിടെ പോണം എന്നുള്ളത് നീ ഡിസൈഡ് ചെയ്തോ, ഞങ്ങൾ സാധിച്ചു അത് തന്നെ. എനിക്ക് ഷർട്ട് വേണ്ട. അത് എനിക്കൊന്നും വേണ്ട. പെണങ്ങല്ലേ മോളെ. പിന്നെ അച്ഛന്റെ ബാങ്കിന്റെ ഫ്രണ്ടിൽ പുതിയൊരു കടയുണ്ട്, ഒരു ടെക്സ്റ്റൈൽസ്. ഒത്തിരി കളക്ഷൻസ് ഇങ്ങനെ കിടക്കണം. നമ്മൾക്ക് അവിടെ പോയി ഒരു ജീൻസും കൂടെ വാങ്ങിച്ചു. അത് തന്നെ. അതും അല്ലെങ്കിൽ നീ ഓൺലൈനിൽ സാധനം കണ്ടുപിടിച്ചോ, അച്ഛൻ പേ ചെയ്യും. എനിക്കൊന്നും വേണ്ട. ചുമ്മാ വെറുതെ പറ്റിക്കാനായിട്ട്, വെറുതെ പ്രതീക്ഷ അല്ല. നിങ്ങൾ എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? അയ്യോ മണി, നമുക്ക് ഓൺലൈൻ വേണ്ട. നമുക്ക് ഇവിടെ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുക്കും. ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുക്കണം. റിങ്കിയെ കൊണ്ടുപോണ്ട ചുമ്മാ തന്നെ. ഇടി, നീ ആ ഷർട്ടിന്റെ കേസിന് ഇങ്ങനെ അടി ഉണ്ടാക്കിയാല, അല്ലെങ്കിൽ തന്നെ അവക്ക് വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ച ഷർട്ടാണത്. അല്ല, കൊള്ളില്ലാത്ത ഷർട്ട് ആയതുകൊണ്ടല്ലേ അവക്ക് കൊടുത്തത്. കൊള്ളില്ലാത്ത ഷർട്ടാ? അച്ഛനും കറക്റ്റ് സൈസ് അല്ലാത്തോണ്ടല്ലേ കൊടുത്തത്, അല്ല കൊള്ളൂല്ലാത്തോണ്ടൊന്നല്ല. കൊള്ളൂല്ലാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊള്ളൂല്ലാത്ത, ആ രീതിയിൽ കൊള്ളൂല്ലാത്തെന്ന്. അല്ല, മണി പറഞ്ഞത് മോക്ക് മനസ്സിലായില്ല. അതെ, അച്ഛന് വേണ്ടി വാങ്ങിച്ച ഷർട്ട്. അപ്പൊ അച്ഛനത് സൈസ് അല്ലാത്തോണ്ട് അവളെടുത്തു. അത് അവള് കണ്ടപ്പോ ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു, അങ്ങ് കൊടുത്തു. അതല്ല ഞാനും പറഞ്ഞ. എടി, നിന്റെ പറച്ചിൽ കേട്ടതൊന്നും നിനക്ക് മാത്രം വാങ്ങിച്ചതില്ല, അവക്ക് ഞങ്ങൾ അറിഞ്ഞു മോളെ നീ ഡ്രസ് ഇട്ടോന്ന് പറഞ്ഞ് വാങ്ങിച്ചത് കൊടുത്ത പോലത്തെയാണെന്ന്. അങ്ങനെ അല്ലല്ലോ മക്കളെ. നീ കഴിഞ്ഞേ ഉള്ളു ഞങ്ങൾക്ക് എന്തും അറിയാമോ. നിങ്ങളൊന്നും പറയണ്ട. എനിക്ക് ഷർട്ടല്ല എന്റെ വിഷയം. പിന്നെ എന്തോന്ന്? നിങ്ങൾക്ക് ഭയങ്കര പാർഷ്യാലിറ്റിയാണ്. നിങ്ങൾക്ക് അവളെയാണ് ഭയങ്കര ഇഷ്ടം, എന്നെ ഒട്ടും ഇഷ്ടമല്ല. ആര് പറഞ്ഞു? എന്ത് മേടിച്ചാലും അവക്കല്ലേ നിങ്ങൾ ആദ്യം കൊടുക്കുള്ളൂ, എന്നിട്ടല്ലേ എനിക്ക് തരുള്ളൂ. നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്റെ പെങ്കൊച്ചേ, ഇത് എത്ര വർഷമായി നിങ്ങള് തമ്മില്? വലിയ കുട്ടിയെ കയ്യിൽ ഇനി ഈ പറഞ്ഞ ഇതൊക്കെ പാടുണ്ടോ? സിബ്ലിംഗ് റൈവൽറി എന്നൊക്കെ പറയുന്നതിന് അതൊന്നും ആവശ്യമില്ല. മക്കള് തോന്നിയതാണ്ടി, നിനക്ക് വേണ്ടിയിട്ടും അവക്ക് വേണ്ടിയിട്ടും അച്ഛനമ്മ ഒരേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിക്കാമോ? അങ്ങനൊന്നും അല്ല. ഇപ്പൊ ഡ്രസ്സ് മേടിച്ചാലും അവക്കാണ് നല്ല കളറുള്ള ഡ്രസ്സ് മേടിക്കണം. എനിക്ക് കളർ കുറഞ്ഞ ഡ്രസ്സൊക്കെ നിങ്ങൾ മേടിക്കണം. അങ്ങനെയൊന്നും ഇല്ല. കളർ കുറഞ്ഞത് കൂടിയെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടത് അതായിരിക്കും എന്ന് കരുതി വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ മിക്കവാറും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ വാങ്ങിച്ചിരുന്നേ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം ഈ കുട്ടിയെ? ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച. നമുക്ക് തോന്നും മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്താണ് ഏറ്റവും നല്ലത്. നമ്മുടെ തോന്നലാണ് കുട്ടാ അത്. നോക്കൊരു കാര്യം മനസ്സിലാക്ക്, ഇത് നിന്റെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ മാത്രമൊന്നുമല്ല, എല്ലാ വീട്ടിലും ഉള്ളതാണ്. 2 മക്കളും 3 മക്കളുള്ള വീടുകളിലൊക്കെ ഈ പ്രശ്നമുണ്ട്. അച്ഛനോട് ചോദിച്ചറിയാം. പിന്നെ ഒരു കാര്യം ചോദിച്ചോളൂ, ഇവിടെ എന്ത് കാര്യം നടന്നാലും മോളല്ലേ തീരുമാനം പറഞ്ഞ. റിങ്കി പറഞ്ഞ ഞങ്ങൾ കേൾക്കാറുണ്ടോ? ഉണ്ടാ? ഞാൻ തീരുമാനം പറയണത് നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കണ പോലെയാണല്ലോ. എന്തോ നട്ടാ കുറുക്കാത്ത കള്ളമൊക്കെ ഇങ്ങനെ എന്റെ മൂത്തേക്ക് പറയണേ. ഞാനും മണി എപ്പോഴും പറയും, റിങ്കിയെക്കാളും ബുദ്ധിയൊക്കെ ഉള്ളത് ആരൊക്കെയാണ്. റിങ്കി നോക്ക്, ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കണം, എന്തൊരു ഐഡിയ പറയണമെങ്കിൽ ആരാണ് പറയണത്? അവൾക്ക് ബോക്സിങ്ങും ഗുസ്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എല്ലാം നമുക്കിതാ നീയല്ല ഞങ്ങളുടെ മുത്തല്ലേ. എന്റെ കണ്ണിലോട്ട് നോക്കിയാൽ സത്യം. അച്ഛന് തീരെ കള്ള പറയാൻ അറിഞ്ഞൂടാ കേട്ടാ. നീ കൂടുതലൊന്നും പറയണ്ട. ഇന്ന് എന്താ വരാത്ത? എടി ദൈവം, നിനക്ക് നല്ല മടിയുണ്ടേ ഇപ്പൊ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഇന്നലെ എവിടെ പോയി? ഏത് ഡ്രസ് എടുക്കാൻ പോയാ? ആഹാ, എന്നിട്ട് എന്തൊക്കെ എടുത്ത്? അമ്മ ഉണ്ടായിരുന്നില്ലേ? ആ, എവിടെ? ഓ, മനസ്സിലായി. ആ ആ ആ ആ ആ എന്നിട്ട് ഓ, എനിക്കറിയാത്. ആ എടി, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. എനിക്ക് ഇന്നൊരു കിട്ടില്ല ഷർട്ട് കിട്ടി. ആ, അച്ഛനും അമ്മയും മേടിച്ചെന്നതാ. ഓ, എനിക്ക് വയ്യ. ആ, അടിപൊളി. ഞാൻ നിനക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാവേ. എടി, നമ്മൾ അന്ന് പോയപ്പോഴേ ഒരു ബ്ലൂ ജീൻസ് ഞാൻ മേടിച്ച ഓർമ്മയുണ്ടോ? അതിന് മാച്ചായിട്ട് ഇടാൻ വേണ്ടിട്ട് എനിക്ക് ഷർട്ട് കിട്ടിയില്ല. ആ, ഇപ്പൊ കിട്ടിയടാ. ഞാൻ എന്തൊരുമ, ഞാൻ അത് തന്നെയാണ് വിചാരിച്ചേ. ഞാനൊക്കെ ബർത്ത്ഡേക്ക് ഇത് രണ്ടും ഇടാന്ന് വിചാരിക്കുന്നു. ആ, നീ എന്തായാലും വരുമല്ലോ അവളുടെ ബർത്ത്ഡേക്ക്. അതിന് മുമ്പ് ഞാൻ ഒന്ന് ട്രയൽ എടുത്തിട്ട് നിനക്ക് ഫോട്ടോ അയച്ചു തരാവേ. ആ, ശരി. ഓക്കെ. നാളെ വരണേ. ആ, ശരി. അയ്യോ, ഇനി ഇത് നോക്കി വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ല. കിട്ടേണ്ടവരുടെ കയ്യിലല്ലേ കിട്ടി. എന്തോ വെറുതെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഇടാനുള്ള യോഗം വേണ്ടേ? ഇടാൻ നീ കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ, യോഗം വേണ്ടേ. എടി, ഇത് മേടിക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ഇടാനുള്ള യോഗം ഉണ്ട്.
വെറും സ്വപ്നം മാത്രം. സ്വപ്നമല്ല മോളെ, യാഥാർത്ഥ്യം. ഉവ്വ. ഉവ്വ. നീ നേരത്തെ എന്താ പറഞ്ഞ എന്തോ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ ഫംഗ്ഷൻ എന്തോ ഇട്ടോണ്ട് പോണെന്ന് പറഞ്ഞു. അതെ, ഇട്ടോണ്ട് പോണു. നടക്കൂല. നടക്കോ ഇല്ലേ എന്ന് നീ അപ്പൊ കണ്ടാ മതി. ഞാൻ ഇത് ട്രയൽ നടത്താന്നാ വിചാരിച്ചത്. പക്ഷെ നീ ഇത്രയും അങ്ങ് കിടന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി ആ ബർത്ത്ഡേ പാർട്ടിക്ക് അന്നേ ഇത് ഇടുന്നു. അയ്യോ, കാണാം കാണാം. കാണാം കാണല്ലോ. കാണല്ലോ. ശരി ശരി ശരി. ശരി.